ഡോൾ ഹൗസിൻ്റെ ഫസ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട്. അതായത് നമുക്കൊരു 55 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു 50 സെൻറ്റിമീറ്റർ വിത്തും വേണ്ടതാണ് ഫസ്റ്റ് പീസ്. ഇനി നമുക്കതിൻ്റെ സൈഡ് വാൾസ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ 50 സെൻറ്റിമീറ്റർ, രണ്ടിനും 50 സെൻറ്റിമീറ്റർ വിത്ത് മതി. ഹൈറ്റ് വന്നിട്ട് ഫസ്റ്റ് പീസിന് ഒരു 45 സെൻറ്റിമീറ്റർ. നമ്മൾ ആദ്യം എടുത്ത് 55 ആയിരുന്നു, അതിനകത്ത് 10 മൈനസ് ചെയ്തു 45 എടുത്തു. പിന്നെ അതിൽ വീണ്ടും 10 മൈനസ് ചെയ്ത് 35 എടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്രയും മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഫ്ലോർ. ഇതാണ് ഫ്ലോറിൻ്റെ പീസ്. ഫ്ലോറിൻ്റെ പീസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയാനായിട്ട് ഈ ഹൈറ്റ് തന്നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു 6 to 7 സെൻറ്റിമീറ്റർ വിട്ടേക്കുക. വിട്ടിട്ട് 15 സെൻറ്റിമീറ്റർ എടുക്കുക. പിന്നെ ഒരു 3 സെൻറ്റിമീറ്റർ ബാക്കി ഇട്ടേക്കുക. പിന്നെ വിട്ട് സെയിം 50 സെൻറ്റിമീറ്റർ ആണ്. ഇതുപോലത്തെ ഇത് നമ്മൾ താഴത്തെ ബേസ് ഫ്ലോറിൻ്റെ ആണോ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 2 ഫ്ലോറിൻ്റെ അളവ് വരുന്നത് ഇതുപോലെ തന്നെ വിട്ട് രണ്ടിനും 50 സെൻറ്റിമീറ്റർ വരും. 50 സെൻറ്റിമീറ്റർ ചെയ്ത് രണ്ടിനും വിട്ട് വന്നു. പിന്നെ നമുക്ക് ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ വിട്ട പോലെ തന്നെ മേളിലത്തെ പോർഷൻ ഒരു 3 സെൻറ്റിമീറ്റർ വിട്ടേക്കാം. രണ്ട് പീസിലും ഒരു 3 സെൻറ്റിമീറ്റർ വീതം വിടുക. പിന്നെ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കമ്പോണൻസ്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, ആദ്യം കട്ട് ചെയ്ത പീസിൻ്റെ മേളിലത്തെ പീസിൽ ഞാനൊരു 30 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുവാണ്. ഒരു റൂഫിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോർഷനിലും കുറച്ച് ഭാഗം ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പോർഷനും ഇങ്ങനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. ഈ പോർഷൻ ഓക്കെ. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലത്തെ വേറൊരു പീസും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിയിൽ കിട്ടും. അതായത് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മടക്കമുള്ള കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറപ്പിന് വേണ്ടി ഞാൻ ഒരു പീസും എടുത്തേക്കാണ്. അതിനുശേഷം ഞാൻ 2 സൈഡിൽ നിന്ന് ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് വോൾസ് ഗം ചെയ്ത് ഇതിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച പോർഷനാണ്. അതിൽ നമ്മൾ ആദ്യം 3 സെൻറ്റിമീറ്റർ കുറച്ച് മാറ്റിയിട്ടുണ്ടല്ലോ, ആ ഭാഗം കൊണ്ട് ഒരു കുറച്ച് സ്ക്വയറിലല്ല ഒരു റെക്റ്റാങ്കിൾ പീസ് ഒരു 5 സെൻറ്റിമീറ്റർ വിട്ടും ഇപ്പം 3 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് ഇതിൻ്റെ സൈഡ് വ്യൂവിൽ പേപ്പർ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് വെച്ചിട്ട് കണ്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ സ്ലിറ്റ് ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഈ പോർഷൻ അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്ലിറ്റ് ഉണ്ടാക്കി. ഈ സ്ലിറ്റിലേക്ക് ഇതാണ് കട്ട് ചെയ്തെടുത്ത പോർഷൻ, 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലിറ്റിലേക്ക് ഇങ്ങനെ പതുക്കെ ഇൻസേർട്ട് ചെയ്യും. അല്ല, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. യെസ്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ബാക്ക് സൈഡ് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കും. മടക്കി വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡ് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് വേറൊരു നമ്മൾ 2 പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലത്തെ, എന്നിട്ട് നമ്മളൊന്ന് സീൽ ചെയ്ത് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. കണ്ടോ, നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിൻ്റെ പുറകെ ഇവിടെ കിടക്കൊണ്ട് നമ്മൾ അടുത്തൊരു പീസ് കൂടി നമ്മൾ കം ചെയ്യും. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ സൈഡ് വാൾസും സെറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഡോൾ ഹൗസിൻ്റെ ഒരു ഔട്ടർ ലുക്ക്. ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വാൾസ് ചെയ്യാനുണ്ട്. ഈ ഓരോ ഫ്ലോറും പാർട്ടീഷൻ ചെയ്ത് റൂംസ് ആക്കാനുണ്ട്. അത് ഞാൻ ഓർത്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പേപ്പർ പൊട്ടിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അളവിനെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് അന്നേരം കാണാം. സോ ഇതാണ് നമ്മുടെ ഡോൾ ഹൗസ് ഇവിടെ ഏകദേശം റെഡിയായി. പിന്നെ ഇത് ഒരു 3 പാർട്ടീഷൻ പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് ഇതിനകത്തേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. പാർട്ടീഷൻ പോലെ വെറുതെ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, പിന്നെ നമ്മുടെ ലാസ്റ്റ് പാർട്ടീഷൻ ബോൾ. കണ്ടോ, നമ്മുടെ ഡോൾ ഹൗസ് ഇവിടെ സെറ്റായി. ഇനി നമ്മളിതിനകത്തേക്ക് ചെറിയ ചെറിയ ഫർണിച്ചറുകൾ ഉണ്ടാക്കി വെക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡോൾ ഹൗസ് റെഡിയായി.